ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഞാൻ അച്ഛനെ അമ്മനെയും മനസ്സിൽ വിചാരിച്ച് ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ചീത്ത വാക്കുകളൊക്കെ വിളിച്ചു. എന്നിട്ട് തൊപ്പിയൂരി അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചു കൊടുത്തിട്ട് എനിക്ക് ഈ പണി വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ എന്താ സുഖം, ഇഷ്ടം പോലെ കിടന്നുറങ്ങാം. ഭക്ഷണം റെഡിയാവുമ്പോ അമ്മ വിളിക്കും, അപ്പ എണീറ്റാ മതി. പിന്നെ അച്ഛന്റെ കുറച്ച് ചൊറിച്ചില് വർത്താനൊക്കെ ഉണ്ട്. അതിപ്പോ ഞാൻ നല്ലവണ്ണം നടന്നാലും ശരി ഇല്ലെങ്കിലും ശരി അങ്ങേര് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എടാ ഇതിനെയാ കള്ളച്ചോറുണ്ട് കഴിയുക എന്ന് പറയുന്നത്. വേറൊരിടത്തുനിന്നും അല്ലല്ലോ, എന്റെ വീട്ടിൽ നിന്നല്ലേ. അല്ല, പ്രശാന്ത് ഏട്ടൻ ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോണില്ലേ? ഞാൻ എന്തിനാ ഗൾഫിൽ പോയത്? ഒരു നല്ല നിലയിലെത്തി നന്ദിനിയെ കല്യാണം കഴിച്ചിട്ട് സുഖമായി ജീവിക്കാം അല്ലേ? അപ്പൊ സൂര്യ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ കൊത്തിക്കൊണ്ടുപോയി. അതോടെ ഗൾഫിൽ പോവാനുള്ള എന്റെ താല്പര്യം അങ്ങ് പോയി. പ്രശാന്തേട്ടനെ കല്യാണം കഴിക്കണ്ടേ? നീ പോണെങ്കിൽ പോട്ടെ, നിന്നേക്കാൾ മികച്ചൊരു പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിക്കണമെന്ന് കരുതിയവനാ ഞാൻ. എന്നിട്ട് എന്തു പറ്റി? ഞാൻ കാണിക്കുന്ന വാശി ഞാൻ കാണാൻ പോയ പെണ്ണിന് വേണ്ടേ? ഞാൻ കാണുമ്പോ തന്നെ എന്നെ വേണ്ടാന്ന് പറയും. കുറെ എണ്ണത്തിന് പൊക്കം വേണം, കുറെ എണ്ണത്തിന് വിദ്യാഭ്യാസം വേണം, കുറെ എണ്ണത്തിന് ജിമ്മന്മാരായിരിക്കണം. അവസാനം എനിക്ക് മടുത്തു. ദൈവം നിനക്കൊരു പെണ്ണിനെ വിധിച്ചിട്ടുണ്ടടാ. ഒടുവിൽ നീ അവിടെ എത്തിച്ചേരും, നോക്കിക്കോ നീ. അപ്പോഴാണ് ദൈവത്തിനോട് 4 വർത്താനം പറയാനിരിക്കുന്നത്. അല്ല നന്ദിനി, അളിയനെവിടെ? നിന്നെവിടെ ആക്കിയിട്ട് അളിയൻ മുങ്ങിക്കളഞ്ഞു? മുങ്ങിയതൊന്നുമല്ല, വീട് വരെ പോയിരിക്കാൻ ഇപ്പൊ വരും. നിങ്ങളെ സൂര്യ കൊണ്ടുവന്ന കാര്യം അറിഞ്ഞപ്പോ അമ്മയ്ക്ക് വലിയ സന്തോഷായി. അമ്മയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. പത്മ, എന്താ എന്തു പറ്റി? താനിത് വലിയ സന്തോഷത്തിലാണല്ലോ. യെസ്, രാവിലെ മുതലേ ഞാൻ ശ്രദ്ധിച്ചതാ, തന്റെ മുഖത്തൊരു വെട്ടമുണ്ട്. ഇപ്പൊ മൂളിപ്പാട്ടും കൂടി ആയപ്പോ പറയും വേണ്ട. എന്തു പറ്റി? സത്യത്തില് ഞാനൊന്ന് നമ്മുടെ വീട്ടില് ഫ്രീ ആയിട്ട് നടന്നിട്ട് കുറെ കാലായി. നേരം വെളുത്തിറങ്ങി വന്ന കണി കാണുന്ന വേലക്കാരിയുടെ മുഖമല്ലേ. ഇപ്പൊ അവളവിടെ ഇല്ലല്ലോ, അതിന്റെ സന്തോഷം. ഓഹോ, അതാണോ? യെസ്, എന്നെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യമല്ല. കാര്യം സൂര്യ എന്നോട് വഴക്കിടുമായിരുന്നു, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്നോട് കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതൊന്നും സഹിക്കുന്നില്ല, എനിക്ക് ഒരു വിഷയമില്ല. പക്ഷെ അവൻ അവൾക്ക് വേണ്ടി എന്നോട് വഴക്കിടാൻ തുടങ്ങിയപ്പോ എനിക്ക് അതിനേക്കാൾ വലിയ നാണക്കേട് വേറൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഏതായാലും അവളുടെ അച്ഛനും അനുജിത്തിമാരും ഈ സിറ്റി തന്നെ ഉണ്ടല്ലോ അല്ലേ, അവളോട് സ്ഥിരമായിട്ട് അവിടെ തന്നെ നിന്നോളാൻ പറയും. ഞാൻ ദാ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓഫ്, അവളില്ലെങ്കിലേ ഈ വീട് സ്വർഗ. അച്ഛാ, അച്ഛാ, സത്യം പറഞ്ഞ നമ്മുടെ വീട്ടിലിപ്പൊ നിക്കാനേ എനിക്ക് തോന്നുന്നില്ല. എന്തൊരു ബോറല്ലേ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോ മുതലേ സൂര്യ സാർ, സൂര്യ സാർ എന്ന് നന്ദിനിയുടെ ഒരു വിളിയില്ലേ, അതൊരു സംഗീതം തന്നെ അല്ലേ. സംഗീതം. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ മുതല് അച്ഛൻ കുളിച്ചോ, ചായ കുടിച്ചോ, കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് കലവില കൂട്ടി നന്ദിനിയോടെ ഇങ്ങനെ നടന്നിരുന്നപ്പോ എന്തൊരു എനർജറ്റിക് ആയിരുന്നു നമ്മുടെ വീട്. ഇതിപ്പോ ഒരുമാതിരി പ്രേത ബംഗ്ലാവ് പോലെ. പറഞ്ഞിട്ട് കാര്യമില്ല, പ്രേതങ്ങൾ ആവശ്യം ഉണ്ടല്ലോ.
ഒരു വീടെന്ന് പറയുമ്പോ തന്നെ അച്ഛന്റെ സങ്കല്പം എന്താ? വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിനകത്ത് മുഴുവൻ ദുർബോധങ്ങളെ പോലെയുള്ള ആളുകളാണെങ്കിൽ തീർന്നില്ലേ? പക്ഷേ ഒരു കൊച്ചു കുടിലാണെങ്കിലും അതിനകത്ത് സ്വഭാവ മഹിമയുള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ ദേ അതാണ് സ്വർഗം. അതേ അച്ഛനൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടാ. എടാ നീ ഇതെങ്ങോട്ടാ? ശ്ശെ, എന്ത് ചോദ്യ അച്ഛാ? ഞാൻ നന്ദിനിയുടെ അടുത്തേക്ക് പോവാ. മനസ്സിനൊരു സമാധാനം കിട്ടണ്ടേ? നല്ലൊരു ചിരി കാണണ്ടേ? മനസ്സറിഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ പറ്റണ്ടേ? അതിന് നന്ദിനിയുടെ അടുത്ത് പോകാതെ വേറെ എന്ത് ചെയ്യാനാച്ചാ? അച്ഛൻ ഈ പ്രേത ബംഗ്ലാവിൽ പ്രേതങ്ങളെയും കണ്ടിരിക്കെ. അച്ഛന്റെ വിധി. പക്ഷേ അച്ഛന്റെ മോന്റെ ഭാഗ്യം. ഐശ്വര്യമുള്ളൊരു ഭാര്യയല്ലേ അച്ഛാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ എന്റെ നന്ദിനി. കുന്തിനി. അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഒന്നും പറയാതിരുന്നേ? അവൻ അവന്റെ ഭാര്യയെ കുറിച്ച് നല്ലത് പറയുമ്പോ എനിക്കെന്ത് പറയാൻ പറ്റും? അയ്യോ, ആ വേലക്കാരിയെ പറ്റി പറഞ്ഞപ്പോ നിങ്ങൾക്ക് അങ്ങോട്ട് സൂയിച്ചു അല്ലേ? കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്. ചിലപ്പോ തിരുവനന്തപുരത്തും കിട്ടും. ഹലോ അളിയൻ. ആരായത്? എപ്പോ ഒന്ന് പ്രശാന്തേ? പ്രിയങ്കയുടെ TC വാങ്ങിച്ചു കൊണ്ടിരുന്നെന്ന് പറഞ്ഞു. ഞാൻ അതും കൊണ്ടുവന്നതാ. ആഹാ നന്നായി. പിന്നെ ആ? എന്താ പരിപാടി? രണ്ടെണ്ണം അടിക്കണ്ടേ? അളിയൻ ഇപ്പൊ കുടിക്കാറുണ്ടോ? പിന്നെ ഞാൻ കരുതി നന്ദിനി അത് നിർത്തിച്ചിട്ടുണ്ടാവുന്നു. ആ പാവം, നിർത്തിക്കാനൊക്കെ ഒരുപാട് പാടുപെട്ടതാ. പക്ഷെ ഞാൻ വഴുതി മാറിക്കളഞ്ഞു. സർ, എത് സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അച്ഛന് കുഴപ്പമൊന്നുമില്ലടോ. പിന്നെ കൈ ഒരെണ്ണം പണി മുടക്കിയുണ്ട്. അതിന്റെ ഒരു അസ്വസ്ഥതയുണ്ട്. വേദന ഉണ്ടോ സാറിന്? വേദന ഉണ്ടോന്ന് ഞാൻ ചോദിച്ചപ്പോ ചിരിച്ചു. പക്ഷെ താനാണ് ചോദിച്ചിരുന്നെങ്കിൽ അച്ഛൻ സത്യം പറഞ്ഞാനെ. അതിന് എന്നെ അവിടെ നിർത്തില്ലല്ലോ. എല്ലാരും കൂടി എന്നെ പുറത്താക്കിയതല്ലേ? അതെപ്പോ? എന്റെ അളിയ, സംഗതി ഞാൻ മോഹിച്ച പെണ്ണ. തട്ടിക്കൊണ്ടുപോയത് അളിയനായതുകൊണ്ട് ഞാൻ സഹിക്കുകയും ചെയ്തു.